നിർണായകമായ ഇലക്ഷനാണ്, ഏറ്റവും നിർണായകമായ ഇലക്ഷനാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിച്ചപ്പോൾ ഇന്നലെ തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിച്ച അവസരത്തിൽ ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ കേരളമൊട്ടാകെ അതിരൂക്ഷമായ ജനരോഷത്തിൻ്റെ കൊടുങ്കാറ്റ് കേന്ദ്ര ഗവൺമെൻറ്റിനും കേരള ഗവൺമെൻറ്റിനെതിരായി ആഞ്ഞു വീശുകയാണ്. ഈ ശക്തമായ ജനരോഷത്തിൻ്റെ ആ കൊടുങ്കാറ്റിൻ്റെ ശക്തിയിൽ ഇന്നത്തെ പോളിംഗ് കഴിയുമ്പോൾ ഇടതുമുന്നണി തകരും, BJP തരിപ്പണമാകും. 20 സീറ്റിലും UDF സ്ഥാനാർത്ഥികൾ BJP തരിപ്പണമാകും. 20 സീറ്റിലും UDF സ്ഥാനാർത്ഥികൾ 4% ജയിക്കും എന്നാണ് ഞങ്ങളുടെ എല്ലാം തികഞ്ഞ ആത്മവിശ്വാസം. അത്തരം ചർച്ചകളൊക്കെ വേണ്ടേ ഇനി അസനുള്ള പറയാനുള്ളത് ഇല്ലേ? ഇല്ല, അതൊക്കെ അസൻ സംസാരിക്കട്ടെ. ഞാൻ പറയാനുള്ള പറഞ്ഞു. എല്ലാ സീറ്റിലും UDF ജയിക്കും, എല്ലാ സീറ്റിലും LDF തകരും, എല്ലാ സീറ്റിലും BJP തരിപ്പണമാകും. ഞാൻ പറയാനുള്ള പറഞ്ഞു, എൻ്റെ അപ്പുറത്തില്ല. വ്യാസം കൂടെ സംസാരിക്കാനുണ്ട്. കേരളമാകെ UDF തരംഗമാണ്. UDF തരംഗം എന്ന് പറയുമ്പോൾ കേരളത്തിൽ അലയടിച്ചുകൊണ്ടിരിക്കുന്നത് മോദി വിരുദ്ധ തരംഗവും പിണറായി വിരുദ്ധ തരംഗവുമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ UDF 20 സീറ്റ് ജയിക്കും. മോദി സർക്കാരിൻ്റെ വർഗീയ വിദ്വേഷ പ്രചരണത്തിനെതിരെ 10 കൊല്ലത്തെ ജനദ്രോഹ ഭരണത്തിനെതിരെ ഇന്ത്യയിലെ ജനങ്ങളുടെ ഐക്യം മതേതരത്തിലുള്ള വിധിയെഴുത്തായിരിക്കും. കേരളത്തിലെ മതേതര ജനാധിപത്യ വോട്ടർമാർ BJPക്ക് 1 സീറ്റ് പോലും നൽകാതെ കേരളത്തിൽ UDFന് 20 സീറ്റിലും വിജയം നൽകാൻ പോകുന്നു. കഴിഞ്ഞ 8 കൊല്ലക്കാലത്തെ പിണറായി സർക്കാരിൻ്റെ ദുർഭരണം, അഴിമതി, അക്രമം, ഇതിനെതിരായിട്ടുള്ള ശക്തമായ താക്കീത് കൂടി ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. അതുകൊണ്ട് ഞങ്ങൾ UDF നേരത്തെ നൽകിയ ഗ്യാരണ്ടി ആവർത്തിച്ചു നൽകുന്നു. 2020 ഇപ്പോൾ വോട്ടിംഗ് പുരോഗമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് എല്ലാ കേന്ദ്രങ്ങളിലും UDFന് അനുകൂലമായ ഒരു തരംഗം നിലനിൽക്കുന്നു. UDF കൺവീനർ MM ഹസൻ സംസാരിക്കുകയായിരുന്നു.